കുറച്ചധികം നാളായിട്ട് എന്നെ ജീവിതത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പഠിച്ച ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, കുറച്ചധികം വർഷങ്ങളായിട്ട്, ഏകദേശം 2-3 വർഷങ്ങളായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ബാക്ക് പെയിൻ. അപ്പോഴേ ഞാൻ ആദ്യമൊക്കെ കരുതിയെന്ന് വെച്ചാൽ മേ ബി ഓവർ വെയിറ്റ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സസൈസ് ഒന്നും പ്രോപ്പർ അല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ ബാക്ക് പെയിൻ. പിന്നെ എനിക്ക് മനസ്സിലാക്കി എന്റെ കൈ നിൽക്കുന്നില്ലേ, അത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത് എന്റെ കൈ നിൽക്കുന്നില്ല. ഞാൻ അതുവരെയും ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എന്റെ മനസ്സിൽ വെച്ചിട്ടുണ്ടായി, ഇതായിരിക്കാം റീസൺ, അതായിരിക്കാം റീസൺ. പക്ഷെ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ മടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഇത് ഫിസിക്കൽ ഹെൽത്ത്. ഇനി മെന്റൽ ഹെൽത്തിലേക്ക് വരുമ്പോൾ ഇതിൽ പരം ദുരന്ത ജീവിതം വേറൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഉറക്കമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു മേ ബി ഡേ ടൈം ഞാൻ റെസ്റ്റ് ചെയ്തിട്ട് നൈറ്റ് ടൈം ആക്റ്റീവ് ആയിട്ടിരിക്കുന്നതാണ്. പക്ഷെ ശരിക്കും അതല്ല. 8 മണിക്കൂറൊന്നും പ്രോപ്പറായി ഞാൻ ഉറങ്ങുന്നില്ലായിരുന്നു. ആൻഡ് ഗട്ട് ഇഷ്യൂസ് അത് വേറെ, മെന്റലി അങ്ങ് വല്ലാണ്ടായി, ഭയങ്കര ദേഷ്യം, മൂഡ് സ്വിങ്സ്, സ്ട്രെസ് ഓരോ ദിവസവും വല്ലാത്ത രീതിക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ തീർക്കുന്നത് എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാനും എന്നെ റിലേറ്റ് ചെയ്യുന്ന ഞാനോട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർത്താണ് ഞാൻ ഇതൊക്കെ തീർത്തിരുന്നത്. ഞാൻ അവരൊക്കെ സ്മരിക്കുന്നു. സോ സോറി. ഓക്കെ, അപ്പൊ ഫൈനലി ഞാൻ ഭയങ്കര ഫെഡപ്പ് ആയപ്പോഴത്തേക്കും ലാസ്റ്റ് 2 months ബിഫോർ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഞാൻ അങ്ങനെ ഡോക്ടറെ പോയി കണ്ടിട്ട് ഞാൻ ഓർത്തോ ഡോക്ടർക്ക് ഞാൻ പറഞ്ഞു, ബോത്ത് ഫിസിക്കലി മെന്റലി ഞാൻ ഭയങ്കര ടയർഡാണ്. പുള്ളിക്കാരൻ ഇതൊക്കെ കേട്ടിട്ട് എടുത്തു പറഞ്ഞു, കുഴപ്പമില്ല, വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് നോക്കുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. റിസൾട്ട് വന്നു.